Good afternoon. Afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon all. Inara prayer. ഞാൻ ചെയ്യാം മാം. Good afternoon, all of you. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk hand in hand, we walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome some days. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Thank you. In the quotes of the day, ആരാ പറയണേ? ഞാൻ പറയാം മാം. Don't be afraid to stand for what you believe in, even if that means standing alone. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി നിലകൊള്ളാൻ ഒരിക്കലും ഭയപ്പെടരുത്. അതിന്റെ അർത്ഥം നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പോലും. The best revenge is massive success. ഏറ്റവും വലിയ പ്രതികാരം വൻ വിജയമാണ്. സനിൻ ബൈ മായ. താങ്ക് യു മാം. Thank you. ക്ലാസ്സിലെ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് നെക്സ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. നോക്കി എല്ലാവരും. യെസ് മാം. എന്തെങ്കിലും ഡൗട്ടോ അങ്ങനൊന്നും പ്രശ്നമില്ലല്ലോ അല്ല ഉണ്ടോ? അതില് മാം രണ്ടാമത്തേല് സ്ലാഷ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, മിത്തോളജിക്കൽ ഓർ ഹിസ്റ്റോറിക്കൽ. അപ്പൊ രണ്ടെണ്ണം അതിൽ ഏതെങ്കിലും ഒരെണ്ണാണോ ഉദ്ദേശിക്കണേ? ഓറാണ് ചരിത്രപരമായിട്ടുള്ള പുരാണങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റോറി മതി. ഓക്കെ മാം. മാം, ഈ പിക്ടോറിയൽ സ്റ്റോറി ഇല്ലേ, ചിത്രകഥ, പിക്ചർ മാത്രം കഥ പറയുന്നത് പോലെയാണോ? അല്ലല്ല, പിക്ചർ ബേസ് ചെയ്യുക, ദെൻ നമ്മളെ സ്റ്റോറിയുടെ കണ്ടന്റ് എഴുതുക, ദെൻ പിക്ചർ, ദെൻ സ്റ്റോറി. നമ്മള് ചെറിയ കുട്ടികൾക്ക് ചില ഒരു 4th 3rd ഒക്കെ സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളുടെ ഇംഗ്ലീഷ് ടെസ്റ്റിൽ അങ്ങനെ ആയിരിക്കും കഥകൾ വരുന്നത്. അങ്ങനത്തെ കേട്ടോ. നാടോടി കഥയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? ഇല്ലേ? ഓക്കെ, എല്ലാവരും പ്രിപ്പയർ ചെയ്തോളൂല്ലോ. യെസ് മാം. ഡേറ്റ് എന്നാ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്? 13th ഡിസംബർ കേട്ടോ. മാം അതില് ഡ്രാമ അതൊക്കെ എഴുതേണ്ടതുണ്ടോ? ഡ്രാമ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ ടൈപ്പ് ഉള്ള സ്റ്റോറീസ് ആയിരിക്കും. അതാണ് മൈം. മൈം എന്ന് വെച്ചാൽ മൂകാഭിനയം എന്ന് വെച്ചാൽ ഓരോരുത്തരും പറയേണ്ട കാര്യങ്ങള് അത് നമ്മൾ പാരഗ്രാഫ് ആയിട്ട് പിന്നെ ആള് ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്. മൂകാഭിനയം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ മൈം? അത് എന്താണോ ആ സ്ക്രിപ്റ്റിൽ വന്നത് അത് എഴുതാന്നാണ് പറഞ്ഞത് കേട്ടോ. അതിന്റെ പിക്ചർ പേസ്റ്റ് ചെയ്യണ്ടേ? എന്താണ് സയന്റിഫിക് നോളജ് സ്റ്റോറി? എന്താ ആ സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി. നമ്മ സയന്റിഫിക് നോളജിന്റെ സോങ് എഴുതിയില്ല, അതേപോലെ സയന്റിഫിക് ആയിട്ടുള്ള നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ സ്റ്റോറി. നമ്മുടെ നാടോടി കഥകളാണ്. നാടോടി കഥ നമ്മളിങ്ങനെ പാട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ള നാടോടി കഥകൾ ഉണ്ടാവില്ലേ, അത്. മിസ്സേ, അപ്പൊ പഞ്ചതന്ത്ര കഥകളൊക്കെ എഴുതാൻ പറ്റുമോ അതില്? അതൊക്കെ നാടോടി കഥകളല്ലേ മാം. അപ്പൊ ഈ കമ്പാരിസൺ സ്റ്റോറി പറയുമ്പോ എങ്ങനത്താണ് ഉദ്ദേശിക്കണത്? കമ്പാരിസൺ സ്റ്റോറി താരതമ്യം ചെയ്ത് ഒരു കഥ എഴുതാന്നാണ്. എന്ന് വെച്ചാല് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ്. കമ്പാരിസൺ സ്റ്റോറി അവിടെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ ഉണ്ട്. കമ്പാരിസൺ ചെയ്ത് രണ്ട് സ്റ്റോറി എഴുതണോ? കമ്പാരിസൺ ചെയ്ത് അതങ്ങനെയാണോ വന്നത് സെർച്ച് ചെയ്തപ്പോ?
ഒരു ഒറ്റ എണ്ണത്തിൽ തന്നെ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നുണ്ട്, 2 പാരഗ്രാഫ് തിരിച്ചിട്ടുള്ള പോലെ. ഓക്കെ. ഇപ്പൊ എനിക്ക് ഇവിടെ എന്തെങ്കിലും അങ്ങനെ തന്നെ കമ്പാരിസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സ്റ്റോറി ആയിരിക്കും, നെക്സ്റ്റ് അടുത്ത സ്റ്റോറിയുടെ കമ്പാരിസൺ ആയിരിക്കും അല്ലെ? ഒരേ തീമിലുള്ള 2 സ്റ്റോറി ആ, അങ്ങനെ. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർ ചെയ്യാൻ നോക്കുക കേട്ടോ. ലോങ് സ്റ്റോറീസ് ഇത്തിരി വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 പേജോ 3 പേജോ ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗ്രേറ്റ് പീപ്പിളിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞത്, അപ്പൊ അത് അവരുടെ ഓട്ടോബയോഗ്രഫിയിൽ അവരുടെ ചൈൽഡ്ഹുഡ് ഡേറ്റിലല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ അത് മതി. പിന്നെ ഫ്രഞ്ച് വേറൊന്നുമില്ലല്ലോ? ചെയ്തോളൂല്ലേ? ഈ നോവൽ എങ്ങനെയാണ് മാം ഉദ്ദേശിക്കുന്നത്? എന്താണ് നോവല്? സാധാരണ നമ്മള് നോവലുകൾ കാണാറില്ലേ, അതിൽ അത്ര വലിയ നോവലൊന്നല്ല, എന്നാൽ പോലും ചെറുത് ഒരു അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ നോവൽ സെലക്ട് ചെയ്യാം. ആ നോവലിന്റെ സാധാരണ എങ്ങനെയായിരിക്കും നോവല്, ചാപ്റ്റർ 1 ചാപ്റ്റർ 2. ഇപ്പൊ സിൻഡ്രലയുടെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ എക്സാമ്പിൾ പറയണേ, അതെടുത്ത് എഴുതി വെക്കല്ലേ. സിൻഡ്രലയുടെ കഥകളിൽ ഇപ്പൊ നോവലുകൾ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ആണ്, 3-4 ചാപ്റ്റർ ആയിട്ടാണ് അപ്പൊ കഥ പോണത്. അപ്പൊ അതനുസരിച്ച് അതേപോലെ വന്ന രീതിയിൽ. ഓക്കെ മാം. സിൻഡ്രലയുടെ കഥ വായിച്ചിട്ടുണ്ട് നിങ്ങള്? ഇപ്പൊ നമ്മള് വലിയ ബുക്കല്ല, ചെറിയ ബുക്ക് കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ടെസ്റ്റിൽ അങ്ങനെ ഉണ്ടാവും കഥകൾ. ഇപ്പൊ 7 to 6 ഒരു പാർട്ടായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു പാർട്ടായിട്ടായിരിക്കും ആ കഥകൾ വരുന്നത്. അതാണ് നോവല്. അപ്പൊ അതില് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ദെൻ ആ നോവൽ ആരാണ് എഴുതിയെന്നുള്ളത് കോട്ട് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഫോട്ടോ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഹാരി പോട്ടറിന്റെ ഒക്കെ ആണെങ്കിൽ അത് ആരാണ് എഴുതിയെന്നുള്ളതൊക്കെ നോവൽ എഴുതുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ആ റൈറ്ററിന്റെ പേരും കൂടി ഒന്ന് കോട്ട് ചെയ്യുക. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്ന് എന്ത് ചെയ്യാം, അതിൽ പറഞ്ഞേക്കാം. നമ്മൾ അവസാനമായിട്ട് നോവൽ എഴുതിയതിനു ശേഷം. കമ്പാരിസൺ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റോറീസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഏകദേശം സെയിം ട്രാക്കിൽ പോകുന്ന 2 സ്റ്റോറികൾ കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, ഈ കമ്പാരിസൺ സ്റ്റോറിയിൽ ഇപ്പൊ നമുക്ക് 2 മൃഗങ്ങളില് അല്ലെങ്കിൽ 2 ഹ്യൂമൻസിനെ വെച്ചിട്ട് എഴുതാമോ? പറ്റും. 2 ഹ്യൂമൻസിന്റെ ആണെങ്കിൽ ഒരാൾ നല്ല ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി, രണ്ടാമത്തെ ആള് ബാഡ് ആയിട്ടുള്ള വ്യക്തി. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് അനുസരിച്ച് അത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് എഴുതിക്കോട്ടോ. നമ്മൾ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പോയി എഴുതും. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ടോപ്പിക് മാത്രം ഷെയർ ചെയ്യുന്നത് കേട്ടോ. മാം അതുപോലെ അതില് ആനിമൽ ആൻഡ് ബേർഡ് എന്ന് കൊടുത്തേക്കണം. അപ്പൊ 2 ഇതും എഴുതണം, ആനിമലിന്റെയും ബേർഡിന്റെതും എഴുതാനാണ് സ്റ്റോറി? അല്ലെങ്കിൽ ഒന്നാണോ? 2 കൂടി കൂടിയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാവില്ലേ? ആനിമൽസ് ആൻഡ് ബേർഡ്സിന്റെ കഥകൾ ഉണ്ടാവില്ലേ? ഫ്രണ്ട്ഷിപ്പ്, ഇപ്പൊ ആനിമൽസും ബേർഡ്സും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കഥകളോ അങ്ങനെ എന്തെങ്കിലും. അതറിഞ്ഞു. നമ്മളിപ്പോ മലയാളത്തിലൊക്കെ ഒരുപാട് കഥകളിലും അനിമൽസും ബേർഡ്സും ഒക്കെ വരുന്ന കഥകളുണ്ടല്ലോ, അത് പോലത്തെ കഥകള്. മാം ദ എലിഫന്റ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റുമോ? അത് മതി. പിന്നെ വേറെ കുറെ കഥകൾ ഉണ്ടല്ലോ, ചെറിയ ചെറിയ കഥകൾ. അതിലൊക്കെ പാരറ്റ് ആൻഡ് ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തത്തയുടെയും ഉറുമ്പിന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെ കഥ. അതൊക്കെ വരുമ്പോ എലിഫന്റ് പ്രാവശ്യം എന്താണ് എലിഫന്റ് വേട്ടക്കാരനോ അങ്ങനെയൊക്കെ ഒരുപാട് കഥകളില്ലേ, ചെറിയ ചെറിയ സ്റ്റോറീസ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും, ഒരുപാട് സ്റ്റോറീസ് കിട്ടും. വേറെ എന്തെങ്കിലും? ഓക്കെ, എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നല്ല പിക്ചറായിട്ട് പിക്ചറൈസ് ചെയ്യാൻ നോക്കാം. കൂടുതലും ഇമേജസ് ഒക്കെ പേസ്റ്റ് ചെയ്യാം. പിന്നെ എന്താണ്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. സ്റ്റോറി സോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു കഥയാവണം, അതിലൊരു പാട്ടിന്റെ രൂപത്തിലുള്ള കഥകൾ. പാട്ട് വായിക്കുമ്പോ ഒരു കഥയാണെന്ന് നമുക്ക് തോന്നും, ഫീൽ ചെയ്യണം. അങ്ങനത്തെ ടൈപ്പ് സ്റ്റോറി സോങ് കിട്ടും കേട്ടോ. മാം, ഇതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കവർ പേജ് കൊടുക്കണോ ഓരോന്നിനും? കവർ പേജ് കൊടുത്തു. ഇപ്പൊ മൈം ആണെങ്കിൽ മൈമെന്നോ ഹെഡിങ് കൊടുത്തിട്ട് നെക്സ്റ്റ് പേജിൽ അത് എഴുതിയാൽ മതി. സ്റ്റോറി സോങ് ആണെങ്കിൽ സോങ് എഴുതിയിട്ട് നെക്സ്റ്റ് പേജിൽ. നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടല്ലോ എങ്ങനെ അത് പേസ്റ്റ് ചെയ്യാം, എങ്ങനെ അത് ചെയ്യാന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്.
ഇല്ലേ? ഓക്കെ മാം. അത് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും വളരെ മനോഹരമായിട്ടാണ് കഴിഞ്ഞ റെക്കോർഡുകൾ മിക്കവരും ചെയ്തത്. നമുക്ക് കുറെ പേരുടെ റെക്കോർഡൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് എക്സാമിന്റെ ഒക്കെ ടൈം ആകുമ്പോൾ റെഫർ ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ നല്ല രസമായിട്ടാണ് റെക്കോർഡൊക്കെ ചെയ്തിരിക്കുന്നത് വിചാരിക്കുന്നു. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ അല്ലെ? കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ആ മാം. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് റെക്കോർഡ് 13th December. ഞാൻ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ കുറിച്ചും അങ്ങനെയുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അത് മതി. ഹിസ്റ്റോറിക്കൽ അല്ലേ? ഇപ്പൊ ഒരു പണ്ടത്തെ രാജാവിനെ പറ്റിയുള്ള സ്റ്റോറി ആണല്ലോ, അതിനെ കുറിച്ചൊക്കെ. ഓക്കെ, അത് മതി. ഓരോരുത്തരുടെ ഉണ്ടാവും, ഓരോരുത്തരും ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ്, നമ്മ പറഞ്ഞു കേട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് എഴുതാം. ഓക്കെ, കഴിഞ്ഞോ? ഡൗട്ട് ഒന്നും ഇല്ലാലോ? നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ എടുത്തതെന്നല്ല ഓർമ്മയുണ്ടാവും. ഈ ആൻസൈറ്റി അത്രയല്ലേ എടുത്ത് നിർത്തിയോളൂ. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ് എടുത്തോ? എടുത്തിട്ടില്ല. ഇനി അതാണ് മാം എടുക്കാനുള്ളത്. ഓക്കെ, ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇമോഷൻ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യണത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യണത്, ഇൻഫ്ലുവൻസ് ചെയ്യണതെന്നാണ് നമ്മൾ ഇനി പറയാൻ പോണത്. ആ കുട്ടിയുടെ ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും ഓക്കെ ആണെങ്കിൽ അവനും എങ്ങനെയായിരിക്കും, ഇമോഷണലി അവനും അത്യാവശ്യം സ്റ്റേബിൾ ആയിരിക്കും. ഇനിയിപ്പോ അവന്റെ ഹെൽത്ത് ഓക്കെ അല്ല, അവൻ ഫിസിക്കലി എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ ഇമോഷണലി അവൻ എന്തായിരിക്കില്ല, ഓക്കെ ആയിരിക്കില്ല, അവൻ സ്റ്റേബിൾ ആയിരിക്കും. ദെൻ ഇന്റലിജൻസ്, സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിക്കും. നല്ല എന്താ പറയുക, ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇമോഷൻസ് ചെറിയ പ്രായത്തിലേ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചെറിയ ഇമോഷൻസ് പെട്ടെന്ന് പ്രകടിപ്പിക്കൂല. ഇന്റലിജൻസ് കുറവുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും, അത് പ്രകടിപ്പിക്കാൻ തുടങ്ങും. നെക്സ്റ്റ് ആണ് ഫാമിലി. ഇപ്പൊ ആ ഒരു കുട്ടി വന്നത് നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. അവരുടെ പാരന്റ്സും എൽഡർ മെമ്പേഴ്സും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് നമ്മുടെ കുട്ടി വരണമെങ്കിൽ അവന് പെട്ടെന്ന് ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ, ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യാനും അവൻ പഠിക്കും. ഇനി അവൻ വന്നത് ഒരു നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ആണ്, നെഗറ്റീവ് ഒരു ഇതിൽ നിന്നാണെങ്കിൽ അവനത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമോഷണൽ കൺട്രോൾ അത്ര പ്രോപ്പർ ആയിരിക്കില്ല. സോഷ്യൽ അറ്റ്മോസ്ഫിയർ, അവൻ വളർന്നു വരുന്ന സാഹചര്യം അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വ്യൂ അനുസരിച്ച് കുട്ടികളുടെ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ സോഷ്യലി നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി നിന്നാണ് അവൻ വന്നെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും, അവൻ ഇമോഷണലി അവൻ നല്ല കൺട്രോൾ ആയിരിക്കും, മറ്റുള്ളവരുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യും, മറ്റുള്ളവരെ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവൻ വന്നത് ഒരു സോഷ്യലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കണോമി അല്ല സൊസൈറ്റി എന്നാണെങ്കിൽ ഇത്രയും പ്രോപ്പർ ആയിട്ട് അവരെ ചെയ്യാനായിട്ട് പറ്റില്ല. പിയർ ഗ്രൂപ്പ്സ്, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് അവരുടെ പിയർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഗ്രൂപ്പ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുട്ടികളിലെ ചെറുപ്പകാലത്ത് തന്നെ ഈ പിയർ ഗ്രൂപ്പ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കുട്ടികൾ തമ്മിൽ തന്നെ ഉള്ള ഗ്യാങ്ങുകൾ, അപ്പൊ അവിടെ തോൽവികളും കളിക്കലും അതെല്ലാം മിക്ക കാര്യങ്ങളും നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, ഈ പിയർ ഗ്രൂപ്പ്സിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഈ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒട്ടും ബ്ലഡ് റിലേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു ഗ്യാങ്ങാണ്. അവരോട് മറ്റുള്ളവരോട് റെസ്പെക്ട് ചെയ്യണം, അവരുടെ ഇമോഷൻസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ചെറുപ്പത്തിലേ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇനി നമ്മൾ വളർന്നു വരുന്ന കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്, ഇപ്പൊ നമ്മൾ വളർന്നു വരുന്ന ഏത് കമ്മ്യൂണിറ്റി നിന്നാണ്, ഏത് നൈബർഹുഡ് ആണ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അയൽപ്പക്കം അല്ലെങ്കിൽ അയൽപ്പക്കത്തായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ നല്ല റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു അയൽപ്പക്കം ഒക്കെ ആണെങ്കിൽ നമ്മളും മറ്റുള്ളവരോട് നല്ലൊരു എന്താ പറയാ നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ. ഫസ്റ്റ് പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഇതിലും ഹെൽത്തും ഫിസിക്കൽ ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. എങ്ങനെയാണ്, ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ എന്താണ്, ഇമോഷണൽ ഡെവലപ്മെന്റും ഓക്കെ ആയിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും.
ഇനിയിപ്പോ കുട്ടികള് എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൽനെസ്സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ സഫർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഇമോഷൻ ഡെവലപ്മെന്റ് അത്ര ഓക്കെ ആയിരിക്കില്ല. ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഫിസിക്കലി ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത കുട്ടികളൊക്കെയാണ്, അല്ലെങ്കിൽ ഫിസിക്കലി ഇൻകേപ്പബിൾ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഇമോഷൻ ഡെവലപ്മെന്റ് അത്ര ഇതായിരിക്കില്ല. കാരണം പെട്ടെന്ന് അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ നമ്മളെന്താ പറയാ, ഒരു കുട്ടി ഇപ്പൊ എന്റെയൊക്കെ ഞാനൊക്കെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളില് 7th കഴിഞ്ഞപ്പോ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് വരുമ്പോ തന്നെ ഞങ്ങൾ ടീച്ചർമാര് വന്നിട്ട് ഒരു ക്ലാസ് പോലെ ഒരു ദിവസം ഈവനിങ് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു ക്ലാസ് പോലെ തരാണ്. നാളെ മുതൽ നമ്മുടെ സ്കൂളിലേക്ക് ഒരു കുട്ടി വരുന്നുണ്ട്, അത് നമ്മുടെ ക്ലാസ്സിലാണ് വരുന്നത്. ആൾക്ക് എന്താണ് കുറച്ച് ഫിസിക്കലി ഇൻകേപ്പബിൾ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി ആൾ കാല് തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് കുട്ടി വരുന്നത്. ആൾ ഇതിക്ക് മുമ്പ് പോയ സ്കൂളിൽ അത് പെങ്കൊച്ചാണ്. അവൾ ഒരുപാട് കളിയാക്കിയും ആൺപിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കി അവൾ വേണ്ട പഠിക്കണ്ട എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഇത്രയും നാൾ എനിക്ക് തോന്നുന്നു ക്ലാസ് തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ആള് വീണ്ടും ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ വീട്ടുകാരുടെയും അമ്മയുടെയും പാരന്റ്സിന്റെ ഒക്കെ നിർബന്ധം കൊണ്ടാണ് ആള് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി വരുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ സ്കൂളിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സ്റ്റെപ്പ് ആയിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറാനായിട്ടൊരു 5 or 6 സ്റ്റെപ്പ് കയറി, ഇത്തിരി പൊക്കത്താണ് ക്ലാസ്, 5 or 6 സ്റ്റെപ്പ് കയറിയിട്ടാണ് ക്ലാസ്സിലേക്ക് കയറുന്നത്. പെട്ടെന്നായിരുന്നു അവിടെ ഒരു ചെരിവ് രീതിയിൽ ഇങ്ങനെ സ്റ്റെയർ അല്ല എന്നാലും ഇങ്ങനെ വീൽ ചെയർ ഒക്കെ ഒന്നിക്കേറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ലോപ്പ് പോലത്തെ ഒരു സംഭവം പണിതത്. പെട്ടെന്ന് പണിതു. വേഗം ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി നെക്സ്റ്റ് 2-3 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നു. ഞങ്ങൾ അതേപോലെ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അവളോട് അധികം എന്ത് ചെയ്തില്ല, കളിയാക്കാനോ അങ്ങനെ ഒന്നും പോയില്ല. നെക്സ്റ്റ് ആ കുട്ടി ഇല്ലാത്തൊരു ദിവസം ടീച്ചർ വീണ്ടും വന്ന് വാൺ ചെയ്തു. കാരണം ഞങ്ങൾ ആരും ആ കുട്ടിനോട് സംസാരിക്കണതോ ചിരിക്കണോ ഇല്ലെന്ന്. അപ്പൊ ആ കുട്ടി കുറച്ച് ഇമോഷണലി ഇൻസ്റ്റേബിൾ ആണ്. ആ ഒരു വിഷമം അവൾ അവളുടെ അമ്മനോട് പറഞ്ഞു. അമ്മ എന്ത് ചെയ്തു, ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ ഞങ്ങളോട് കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങളത് സംസാരിക്കാത്തത്, നിങ്ങൾ എന്താണ് അവളെ ഡിഫറെന്റ് ആയിട്ട് കാണുന്നത്. ഞങ്ങൾ പറഞ്ഞു അത് അവൾക്ക് ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ വിഷമാവും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞങ്ങൾ അവളോട് അധികം എന്ത് ചെയ്യാത്ത, കമ്പനി ചെയ്യാത്ത, കാരണം ഞങ്ങൾ അടിക്കാത്തതെന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഒരു ഇതിലേക്ക് വരുമ്പോ നിങ്ങൾ അവള് വിചാരിക്കണം അവൾക്ക് എന്താ പറയാ, അവള് ഓക്കെ അല്ല, അവള് എന്തല്ല ഓക്കെ, ചെറിയ കുട്ടികളാണ് 7ാം ക്ലാസ്സിൽ എന്നൊക്കെ പറയുമ്പോ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ഇത്ര ചെറിയ കുട്ടികളാണ്. അപ്പൊ അവൾ ഓക്കെ അല്ല നമുക്ക് തന്നെ തോന്നല് നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞങ്ങൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ അവളോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. മുമ്പ് കമ്പനിയൊക്കെ അങ്ങനെ അത്ര ആയിട്ട് കമ്പനിയൊന്നും അടിക്കില്ലായിരുന്നു. നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞങ്ങൾ കമ്പനി സംസാരിക്കും. ഇന്റർവെൽസിന്റെ സമയത്ത് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ആളൊക്കെ ആയിട്ട് ഓക്കെ ആയിരുന്നു. അപ്പൊ ഒരു കുട്ടി ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാളുടെ ഇമോഷണലി അയാൾ എന്തായിരിക്കില്ല, ഓക്കെ ആയിരിക്കില്ല. ഇമോഷൻ ഡെവലപ്മെന്റ് അത്ര പ്രോപ്പർ ആയിരിക്കില്ല. കാരണം ആ ഒരു ഫിസിക്കൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്നുള്ള ബോധം ആ കുട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും, ഇമോഷണലി അപ്സെറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, ഇമോഷണലി ഓക്കെ ആയിരിക്കില്ല. അപ്പൊ ഇതായിരുന്നു ആ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ചെറുപ്പത്തിലെ ആ ഒരു കുട്ടിക്ക് ആ ഒരു ഇമോഷണൽ ബാലൻസിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് സങ്കടം വരും. എന്തെങ്കിലും നമ്മൾ ചെറിയൊരു കാര്യം പറയുമ്പോൾ തന്നെ പെട്ടെന്ന് സങ്കടമാവും. നെക്സ്റ്റ് ഞങ്ങൾക്ക് സെയിം ആയിരുന്നു, പരാതി വരും. ദെൻ ഞങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യും, ടീച്ചറിനോട് പറയും. ടീച്ചർ എന്നിട്ട് ഇപ്പൊ ഞാൻ ചെയ്യണമെന്നില്ല, ക്ലാസ്സിലെ ബാക്കിയുള്ളവരൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആള് നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും വേറൊരു ക്ലാസ്സിലേക്ക്, ഞാൻ സ്കൂളിൽ തന്നെ വേറൊരു ക്ലാസ്സിലേക്ക് പോയി. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാണുമ്പോഴൊക്കെ ചിരിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും കാണുമ്പോഴേക്കും ആൾ ഓക്കെയാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു കാലിന് എന്തോ സ്വാധീനം കുറഞ്ഞു പോയതാണ്. എന്തോ മെഡിസിൻ എടുത്ത എന്റെ സൈഡ് എഫക്ട് ഇല്ലാണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു വ്യക്തി ഫിസിക്കലി ഓക്കെ അല്ലെങ്കിൽ, ഫിസിക്കലി സ്റ്റേബിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമോഷൻസും എങ്ങനെയായിരിക്കില്ല, സ്റ്റേബിൾ ആയിരിക്കില്ല. ഇനി ഒരു കുട്ടി ഫിസിക്കലി ഹെൽത്തി ആണ്, ഒരു കുഴപ്പമില്ല, അവന് ഓക്കെ ആണെങ്കിൽ അവന് ഇമോഷണൽ ഡെവലപ്മെന്റ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓക്കെയാണ്. ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ചെറിയ പ്രശ്നമുണ്ട്. നോക്കാം കേട്ടോ. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. There is a positive relation between health and emotional development. ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. The children's weak in physical structure or suffering from illness are more emotionally upset
ആൻഡ് അൺസ്റ്റേബിൾ. ഇപ്പൊ ഒരു കുട്ടികള് സാധാരണ കുട്ടികള് ഫിസിക്കൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, വീക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ സഫറിങ് എന്തെങ്കിലും ഇൽനെസ് ഉണ്ടെങ്കിൽ, അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അവർ ഇമോഷണലി എങ്ങനെയായിരിക്കും? അപ്സെറ്റും അൺസ്റ്റേബിൾ ആയിരിക്കും. ദാൻ ദ ചിൽഡ്രൻ ഹു ആർ ഹെൽത്തി. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇമോഷണലി ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികൾ കുറച്ചും കൂടി എന്തായിരിക്കും? അപ്സെറ്റും അൺസ്റ്റേബിൾ ആയിരിക്കും. പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് മാറും, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് സങ്കടം വന്നാൽ പെട്ടെന്ന് കരഞ്ഞൊക്കെ പോകും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്റലിജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാ ടാസ്ക് കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യും. നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക, നല്ല ബുദ്ധിശക്തിയൊക്കെ കുട്ടികളാണെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും. മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട് അവർക്ക് പ്രത്യേക കഴിവുണ്ടാവും. കാരണം എന്താണ്? അവർ ഇന്റലിജന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി എന്താണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും. പെട്ടെന്ന് എന്തൊക്കെയാണ് ഇന്നൊരു സാഹചര്യം വന്ന് എന്തെങ്കിലും ഇങ്ങനെ ആയിരിക്കണം നമ്മൾ പെരുമാറേണ്ടതെന്നുള്ളതും, ഇന്ന കാര്യങ്ങൾ പുറത്തു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും പെരുമാറരുത് എന്നുള്ള കാര്യങ്ങളും അവർക്ക് എന്തുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഈ കുട്ടികൾക്ക് ഉണ്ടാവും, ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്. ഇനി ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികള് നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ കുറവായിരിക്കും. അവർക്ക് പെട്ടെന്ന് ഇമോഷൻസ് വരും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കറിയാൻ പറ്റില്ല, കുട്ടികൾക്ക് അറിയണമെന്നില്ല. അപ്പൊ studies have proved that there is a less emotional control among low intelligent children compared to high intelligent group. അപ്പം ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ കുറവായിരിക്കും. അവർക്ക് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ പ്രകടിപ്പിക്കും. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ സാഹചര്യം നോക്കില്ല, ആരാണത് പറഞ്ഞതെന്ന് നോക്കില്ല. ഇപ്പൊ ടീച്ചേഴ്സ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചില കുട്ടികൾ എന്ത് ചെയ്യും? ടീച്ചേഴ്സിനോട് ചൂടാവാനൊക്കെ പോകും. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവൻ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ഇപ്പൊ ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒന്നും പ്രതികരിക്കില്ല, സാധാരണ ഒക്കെ കേട്ടോണ്ടിരിക്കും, തിരിച്ചൊന്നും പറയില്ല. An intelligent person with his an intelligent person with his reasoning and thinking power exercise control as per the situation and makes proper use of his emotion. ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ ആ കാര്യം മനസ്സിലാക്കാനും അത് റീസണിങ് ചെയ്യാനും തിങ്ക് ചെയ്യാനും അതിന് ചിന്തിക്കാനും അതേപോലെ എന്താ പറയാ അതിന്റെ ഇമോഷൻസ് ആ സിറ്റുവേഷനിൽ എന്ത് ഇമോഷൻസ് എന്ത് കൺട്രോൾ ആണ് അവരവിടെ കൊണ്ടുവരുന്നതെന്നുള്ള കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള ധാരണ ആർക്കുണ്ടാവും? ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഇമോഷൻസ് യൂസ് ചെയ്യാനും അവർക്ക് എന്ത് ചെയ്യും? അറിയാൻ പറ്റും. ഇപ്പൊ ചില കുട്ടികളാണെങ്കിൽ ഇപ്പൊ എന്താണ് സങ്കടം വന്നെന്ന് വിചാരിക്കുക, അത് കരയും. ദേഷ്യം വന്നാലും കരയും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വന്നാലും കരയും. ചിലവര് അങ്ങനെയാണ്, അവരുടെ ഇമോഷൻസ് അവർ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. എന്ത് വന്നാലും അവരിരുന്ന് കരയണം കാണാം. അപ്പൊ അവർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല അവർ എന്ത് ഇമോഷനാണ് ഇപ്പൊ വന്നേന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഇമോഷൻസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനും ആർക്ക് പറ്റും? ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റും. ദെൻ ഫാമിലിയാണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫാമിലിയാണ്. അവന്റെ ഭൂരിഭാഗം ഡെവലപ്മെന്റും നടക്കുന്നത് എവിടെ വെച്ചാണ്? ഫാമിലീസിൽ വെച്ചാണ്. നമ്മുടെ ഫാമിലിയുള്ള നമ്മുടെ പാരന്റ്സിനാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, നമ്മൾ പാരന്റ്സ് എങ്ങനെയാണോ കുട്ടികളോട് പെരുമാറുന്നതിനനുസരിച്ചിട്ടാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. നമ്മളിപ്പോ നമ്മുടെ എൽഡേഴ്സിനെ പാരന്റ്സിനെ ബഹുമാനിച്ചാണ് അവർ കാണുന്നെങ്കിൽ അവരും എന്ത് ചെയ്യും? അവരുടെ എൽഡേഴ്സിനെ ബഹുമാനിക്കും, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെ ബഹുമാനിക്കും. അപ്പൊ നമ്മളെ കണ്ടിട്ടാണ് ആര് പഠിക്കുന്നത്? കുട്ടികൾ പഠിക്കുന്നത്. നമ്മള് ഒരു ഗുഡ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ ഫാമിലിയുടെ അകത്തെങ്കിൽ അതേപോലെ ഇരിക്കും കുട്ടികൾക്ക് നല്ലൊരു ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. കാരണം അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ആദ്യം ആരോട് പറയും? ഫാമിലിയിലുള്ള എൽഡേഴ്സിനോട് പറയും, അല്ലെങ്കിൽ പാരന്റ്സിനോട് പറയും. ഇതന്നായിരിക്കും പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുന്നത്. ചില കുട്ടികൾക്കാണെങ്കിൽ പാരന്റ്സ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവരോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാത്ത പാരന്റ്സ് ആണെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഒരു റിസ്കി ആയിട്ടുള്ള കാര്യം പോലും, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം പോലും, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പോലും എന്ത് ചെയ്യില്ല? ഫാമിലി മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. കാരണം മുമ്പത്തെ പാസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അവർ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കും, പിന്നെ അവരോടായിട്ട് ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങും. ഇതെല്ലാമാണ് ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. നോക്കാട്ടോ,
children copy the emotional behavior of the parents and the elders of the family. നമ്മള് കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെയും എൽഡേഴ്സിന്റെയും ഇമോഷൻസ് ആണ് കോപ്പി ചെയ്യുന്നത്. ഞാനപ്പോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടുകയൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ അത് ചെയ്യാൻ പാടില്ല. എന്താണ്, കുട്ടികൾ അത്ര സെൻസിറ്റീവ് ആണ്, അവരത് കോപ്പി ചെയ്യണം. പാരന്റ് എന്താണോ ചെയ്തത് എന്നുള്ള കാര്യം അവൻ എന്ത് ചെയ്യണം, അവന്റെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അവൻ ദേഷ്യപ്പെടേണ്ട വേണ്ടെന്ന് അവൻ ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം, അത് കോപ്പി ചെയ്യും. If a good atmosphere exists at the home, child develop positive emotion. ഇനി ഒരു കാര്യം ആലോചിക്കും, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഹോമിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് അല്ലെങ്കിൽ ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, നല്ല ഡെവലപ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. ബട്ട് ഫാമിലി റിലേഷൻഷിപ്പ് വിത്ത് കോൺഫ്ലിക്ട് ആൻഡ് ടെൻഷൻസ്, ചില ഫാമിലികളിൽ എപ്പോഴും തല്ലോടത്തായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനൊക്കെ ഉള്ള ഫാമിലീസ് നിന്നാണ് ആ കുട്ടി വരണമെങ്കിൽ അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, ലീഡ്സ് ടു നെഗറ്റീവ് ഇമോഷൻസിലേക്കായിരിക്കും അവൻ എന്ത് ചെയ്യണത്, തള്ളി വരുന്നത്. The size of the family, the social economic status of the family, oriental position of the child, parental attitude also affect the emotional development of the child. ഇപ്പൊ നമ്മളൊന്ന് നോക്കിയേ, സൈസ് ഓഫ് ദ ഫാമിലി. നമ്മുടെ ഫാമിലിയിലെ സൈസ് കൂടുതലാണ്, മെമ്പേഴ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ നമ്മളിപ്പോ മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിന്റ് ഫാമിലി ആണ് വിചാരിക്കും, പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും അതേപോലെ സിബ്ലിങ്സും ഒക്കെ ഉള്ള ഒരു ജോയിന്റ് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും, ചില ഒരുപാട് നല്ല ഗുണങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അക്യൂർ ചെയ്യുന്നുണ്ട്. ഷെയറിങ് ഹാബിറ്റ്, ലവിങ്, കെയറിങ്, റെസ്പെക്ടിങ് എൽഡേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഫാമിലിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്യൂർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലിയുടെ സൈസ് വലുതാണെങ്കിൽ, നമ്മുടെ ഫാമിലിയുടെ സൈസ് ചെറുതാവുന്നതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി സെൽഫിഷ് ആവും, അല്ലെ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെറിയ ന്യൂക്ലിയർ ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണെങ്കിൽ അച്ഛനമ്മ മോള് അല്ലെങ്കിൽ അച്ഛനമ്മ മോ അത്ര ഉണ്ടാവുള്ളൂ. അവരുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, അത്ര ഷെയറിംഗ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോലും അവരെന്തില്ല അങ്ങോട്ട് ഷെയർ ഒന്നും ചെയ്യില്ല. ഇനി അവർ ഫാമിലിയിൽ രണ്ടുപേരും വർക്ക് ചെയ്യാണെന്ന് വിചാരിക്കും, പാരന്റ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർന്ന കുട്ടിയുടെ എന്താ പറയാ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇമോഷണൽ ആവട്ടെ എന്ത് ഡെവലപ്മെന്റ് ആവട്ടെ അവിടെ വെച്ച് അവിടെ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് രീതിയിലേക്കാണ് പോണത്. ഇനിയിപ്പോ നമ്മളുടെ ജോയിന്റ് ഫാമിലി ആണെന്ന് വിചാരിക്കും, പാരന്റ്സ് രണ്ടുപേര് വർക്ക് ചെയ്യുന്നത് വിചാരിക്കും, കുഴപ്പമില്ല. കാരണം എന്താണ്, ആ കുട്ടികളെ സ്നേഹത്തോടെ നോക്കാനായിട്ട് ആരുണ്ട് നമ്മുടെ അടുത്ത്, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. അപ്പൊ അച്ഛനമ്മയ്ക്കൊന്ന് വിശ്വസിച്ച് ആരെ ഏൽപ്പിച്ചു പോവുക, ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ചു പോവുക. കാരണം നമ്മളെ വളർത്തിയ അതേ രീതിയിൽ തന്നെ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് എന്ത് ചെയ്യും, നമ്മളെക്കാൾ സ്നേഹത്തോടെത്താണ് വളർത്തുന്നത്. നമ്മളെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു തല്ലൊക്കെ തല്ലിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇരുട്ടിൽ വെച്ചിട്ടോ ചൂരിൽ വെച്ചിട്ടൊക്കെ തല്ലിയിട്ടുള്ള ആൾക്കാര് ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരന്റ് നമ്മുടെ മക്കളെ പേരക്കുട്ടികളെ അവർ നോക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിലും താഴത്തും വെക്കാണ്ടാണ് നോക്കണത്. നമ്മളോട് ചൂടായി നമ്മളെ ദേഷ്യം പിടിപ്പിച്ച് വരയിൽ നിർത്തി പഠിപ്പിച്ച ആൾക്കാര് ഇപ്പൊ എങ്ങനെയാണ്, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര സ്നേഹത്തോടെ വളർത്തുന്നത്. അത്രയും കെയർ കിട്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യണത്, അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. അപ്പൊ അവൻ വളർന്നു വരുന്നത് അത്രയും നല്ല, അവർ ചെറുപ്പത്തിലേ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട, അക്യൂർ ചെയ്യുന്നുണ്ട്. പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. നമ്മുടെ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുമല്ലോ. നമ്മളിപ്പോ എന്താണ്, നമ്മള് സാധാരണ രീതിയിൽ നമുക്കൊരു റെസ്പെക്ട് ഉണ്ടാവും. ഒരു ഫാമിലിയിലാവുമ്പോ എൽഡർ വെച്ചാൽ അച്ഛനാണെന്ന് വിചാരിക്കും, അച്ഛൻ പറയണേ വാക്കിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല, അച്ഛനാണ് ലാസ്റ്റ് എന്താ പറയാ വോയിസ് എന്ന് പറയണത്. അതേപോലെ തന്നെ ഓരോരുത്തർ റെസ്പെക്ട് ചെയ്യണ രീതി, ഓരോരുത്തർ ഒരു ഏജിനെ റെസ്പെക്ട് ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതേപോലെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഫാമിലിയുടെ സോഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെന്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓറിയന്റൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വോയിസ്. ഒരു ഫാമിലി, ചില ഫാമിലിയിലൊക്കെ ഒരു കുട്ടി ജനിക്കാന്ന് വിചാരിക്കും, ഇപ്പൊ മക്കള് ഇപ്പൊ പേരക്കുട്ടികളൊന്നും ഇല്ലാണ്ട് ഫസ്റ്റ് പേരക്കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ആയിരിക്കും കിട്ടുന്നത്. അവൻ പറയുന്ന എല്ലാ കാര്യം സാധിച്ചു കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്, അവന് കിട്ടുന്ന ആ ഒരു പ്രിവിലേജ് ഭയങ്കര കൂടുതലായിരിക്കും. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. ഇനി പാരന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നോക്കട്ടോ. നമ്മുടെ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത്, അല്ലല്ലോ, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം. നമ്മുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ പെരുമാറണം. എന്നാൽ മാത്രമേ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് എന്ത് ചെയ്യുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. നമ്മളിപ്പോ ഈ വൈകുന്നേരം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എടുത്ത് വന്ന് അമ്മ ഇന്നത് ചെയ്തു, ഇന്നത് നടന്നു എന്നൊക്കെ പറയുമ്പോ നമ്മളത് അവർക്ക് പറയുമ്പോ ചിലപ്പോൾ ടിഫിൻ കൊടുക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ
ചായ കൊടുക്കുന്ന സമയത്ത് നമ്മളത് കേട്ടോണ്ടിരിക്കുക. കാരണം എന്താണ്, അവരതൊക്കെ പറയുന്നുണ്ട്. ചെറുപ്പത്തിലേ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലുതായി കഴിഞ്ഞാലും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും, അവനോ അവളോ. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, നമ്മളൊരു കാര്യം അവരുടെ അടുത്ത് നിന്ന് കേൾക്കുന്നില്ല, ഒന്ന് പോയി എന്ന് ശല്യം ചെയ്യാതെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ പിന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പാടില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് എന്ത് ചെയ്യണം, കേൾക്കണം. കാരണം അവർക്ക് വേണ്ടത് ആരാണ്, ഒരു ലിസണറാണ്. നമ്മളൊക്കെ ഇപ്പൊ പാരന്റ്സ് എന്ത് ചെയ്യാം, ഗുഡ് ലിസണർ ആവാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മളോട് പറയാം, എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളൊരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നമ്മുടെ ഒരു കാര്യവും എടുത്തു ചാടി കുട്ടികളെ എന്ത് ചെയ്യാ, പണിഷ് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാം. പാരന്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, ടീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ഇതെല്ലാം കുട്ടിയുടെ ഇമോഷൻ ഡെവലപ്മെന്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മാറ്റം വരുത്തുന്നുണ്ട്. ഈ 3 പോയിന്റ് ആണ് പറഞ്ഞത്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഇന്റലക്ച്വൽ, പിന്നെ ഫാമിലി. ഒന്ന് എല്ലാവരും വായിച്ചു നോക്കി, എല്ലാവരും റീഡ് ചെയ്ത് 3 പോയിന്റ്. എന്നിട്ട് ഓരോരുത്തരും അവർക്ക് മനസ്സിലായ, ഇപ്പൊ ഞങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ ഒരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിന്റെ മീനിങ് പറയാം. എല്ലാവർക്കും പറയാൻ എന്ത് കിട്ടും, ടൈം കിട്ടും. അപ്പൊ എല്ലാവരും അവരുടെ അഭിപ്രായം പറയാം. എന്നിട്ട് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ ഈ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചോ? വായിച്ച് ഞാൻ മെസ്സേജ് അയക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, മനസ്സിലായോ? വായിച്ചിട്ട് എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ് Yes, ma'am. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാലോ. മനസ്സിലായത് പറയാലോ. ഓക്കെ, വൃന്ദ അല്ലെ, മോൻ പറഞ്ഞോളൂ. മോൻ എന്താ മനസ്സിലായത്? ഫസ്റ്റ് പോയിന്റ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. മോൻ എന്താ മനസ്സിലായത്? ഓക്കെ മിസ്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, അതായത് ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റും നല്ല രീതിയിൽ നടക്കും. ഇപ്പൊ ഫിസിക്കലി വല്ല ഇൽനെസ് ഒക്കെ ഉള്ള എന്തെങ്കിലും കുറവുകളുള്ള കുട്ടികൾക്ക് എപ്പോഴും അവരുടെ ഇമോഷൻസ് നെഗറ്റീവ് ആയിരിക്കും, അവരുടെ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടക്കില്ല. അപ്പോൾ നല്ല ഒരു ഫിസിക്കൽ ഹെൽത്ത് ഉള്ള കുട്ടിക്ക് നല്ല രീതിയിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് നടക്കും. അല്ലാത്ത കുട്ടികൾക്കാണെങ്കിലോ? മാം, ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ ഈ ഹെൽത്ത് ആൻഡ് പറ. ഫിസിക്കൽ
നമ്മുടെ ഹെലൻ കെല്ലറെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ജിഷ മിസ്. അപ്പൊ ഞാൻ അങ്ങനെ ഓരോന്ന് നോക്കി നോക്കുമ്പോ സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഹെലൻ കെല്ലർ ആദ്യമൊക്കെ നല്ല ആക്റ്റീവ് പിന്നെ ചെറുപ്പത്തില് ജനിച്ചപ്പോ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയല്ലായിരുന്നു. പിന്നെ ആ അസുഖം വന്നതിന് പനി പിടിച്ചതിന് ശേഷമല്ലേ കാഴ്ചയും അതുപോലെ ഹിയറിങ്ങിന്റെ ഒക്കെ ഇത് നഷ്ടപ്പെട്ടത്. അപ്പൊ അതിനുശേഷം കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ചെറുപ്രായത്തിൽ ഭയങ്കര ശാഠ്യം, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം കാണാൻ പറ്റണില്ല അല്ലെങ്കിൽ ചെവി കേൾക്കില്ല. അത്തരക്കാർക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ അത് സങ്കടാണെങ്കിലും ദേഷ്യാണെങ്കിലും അത് ഭയങ്കര ലെവലിലേക്കാണ് അവര് പ്രകടിപ്പിക്കുക. അപ്പൊ മാർത്തയാണ് കുറച്ചൊക്കെ ഒരു സമപ്രായക്കാരായ മാർത്തനീറ്റ് കൂട്ടുകൂട്ടുന്ന സമയത്തായിരുന്നു കുറച്ചൊരു ഇതുണ്ടായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നീട് ടീച്ചർ ലൈഫൊക്കെ വന്നതിന് ശേഷം ശരിയായി. ഒരു 7 വയസ്സ് വരെയൊക്കെ ആള് ഭയങ്കര ശാഠ്യം, ദേഷ്യം, കരച്ചില് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അതെ കേട്ടോ. ഓക്കെ, ശരിക്കും അതെ റിലേഷൻ ആണ്. നെക്സ്റ്റ് ആരാ പറയണേ? ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് തിരികെ പറയണേ. അതിലും പറയുന്നുണ്ടോ പോയിന്റ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്? ഇനി ഇന്റലിജൻസ്. നെക്സ്റ്റ് പോയിന്റ് ആരുടെ എക്സ്പ്ലെയിൻ ചെയ്യണേ? ഞാൻ പറയട്ടെ. പറഞ്ഞോടാ. മാം ഇതിനകത്ത് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിയുള്ള കുട്ടികൾക്ക് അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർ പെടുവാണെങ്കിൽ അവർക്ക് ഇമോഷൻ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ ആ രീതിയിൽ ഇമോഷൻ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഒരു ബുദ്ധി കുറച്ച് കുറവുള്ള ഇന്റലിജൻസ് ഇല്ലാത്തവർക്ക് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നാൽ അവർക്ക് എന്താ ബിഹേവ് ചെയ്യേണ്ടത്, അവർക്ക് ദേഷ്യം കാണിക്കണോ അതോ സങ്കടപ്പെടണോ, അവർക്ക് സ്വയം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എന്നിട്ട് അവർക്ക് ഒരു നിയന്ത്രണം ഇല്ലാണ്ട് ആയിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആരെങ്കിലും പറയുന്നുണ്ടോ? വേറെ ആരെങ്കിലും? നിഷ, മായ, മാം പറഞ്ഞോടാ. ഇന്റലിജൻസ് ആണോ മാം പറയണ്ടേ? ഇന്റലിജൻസിനെ കുറിച്ചല്ലേ? അതെ, ലെസ് ഇമോഷൻ ഹൈലി ഇന്റലിജൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനും, അതായത് അവർക്ക് ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും. എന്നാൽ ലോ ഇന്റലിജൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അതിനെ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഇമോഷൻസ് അവർക്ക് എന്താണോ അപ്പൊ തോന്നുന്നത് അത് അവർ പ്രകടിപ്പിക്കും, ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്. ഇപ്പം അതാണ് ഈ ലോ ഇന്റലിജൻസും ഹൈ ഇന്റലിജൻസും തമ്മിലുള്ള കുട്ടികളുടെ കമ്പാരിസൺ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ മാം, ഇത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആണ് ഇത്, ഫാമിലി. അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പറഞ്ഞോട്ടെ, എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് പറയാൻ പറ്റും. ഓൺ വേർഡ്സിൽ പറയാം ഓരോരുത്തരുടെ ഫാമിലി എങ്ങനെയാണ് കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആരാ പറയണേ? ഞാൻ പറയാം. നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന് ഫാമിലി വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത്. അതായത് നമ്മൾ പാരന്റ്സ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യണം അതേ കണക്കാണ് കുട്ടികളും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇമോഷണലി പാരന്റ്സ് ഇപ്പം നല്ല വഴക്ക് കൂടുന്ന ഒരു ഇതാണെങ്കിൽ കുട്ടികൾ ഇമോഷണലി അവര് ഭയങ്കര വിഷമത്തിലും ആ ഒരു കണ്ടീഷനിലായിരിക്കും അവര്. നമ്മള് കുട്ടികളുടെ അടുത്ത് നമ്മൾ ഈ വലിയ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു അതേ കണക്കാണ് കുട്ടികളും പെരുമാറുന്നത്. അതാണ് ഈ ഇമോഷണൽ ഫാമിലിയെ പറ്റി പറയുന്നത്. അടുത്തത് നമ്മൾ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്. കുട്ടികളുടെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറുമ്പോൾ അവർ ഇമോഷണലി നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അവർ ഈ നല്ല ഇതായിരിക്കും. ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ എന്റെ മോളടുത്ത് തന്നെ നല്ല ഇതായിരിക്കും. ആളടുത്ത് ചില സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും കുരുത്തക്കെട്ട് ദേഷ്യപ്പെടുമ്പോ ഭയങ്കര
വിഷമം ഇരിക്കും, ആളിങ്ങനെ വിഷമിച്ചൊരു മൂലയിൽ പോയിരിക്കും. പിന്നെ ചെന്ന് നമ്മള് കൊഞ്ചിച്ച് ലാളിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു മൈൻഡ് അങ്ങ് മാറുന്നത്. പെട്ടെന്ന് റൈസ് ആവുന്ന സമയത്ത് അവർക്ക് ദേഷ്യം, ആ ഒരു ഇത് ഭയങ്കര വിഷമമായിരിക്കും. അത് വേറെ പറയാനൊന്നുമില്ല. ഓക്കെ, വേറെ ആരെങ്കിലും പറയാനുണ്ടോ ഫാമിലിനെ കുറിച്ച്? ഞാൻ പറയാം മാം. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് കുട്ടികളുടെ ഇമോഷനെ ഒരുപാട് ബാധിക്കും. മീൻസ് അവര് പഠിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്ന്. ബേസിക്കലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കുട്ടികൾ പഠിക്കും. ഇപ്പൊ ഒരു നല്ലൊരു ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നുണ്ട്. അതുപോലെ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ അതിൻ്റെതായ എന്താ പറയാ കുറവുകളും ഉണ്ട്. അപ്പം എന്റെ ഫാമിലി പറയുകയാണെങ്കിൽ എന്റെ ന്യൂക്ലിയർ ഫാമിലി ഞാനും മോനും ഹസ്ബൻഡും ഉള്ളൂ. അപ്പൊ എന്റെ മോന്റെ പല ബിഹേവിയറും ഞാൻ ചിലപ്പം എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ നല്ല അടിയൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോഴാണ് ഈ ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഇതൊന്നല്ല, അവനോടുള്ള കാരണം അവൻ ഭയങ്കര സെൽഫിഷ് ആയിട്ട് വളരുന്ന ഒരു ഇതില് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെ കൂടുതൽ പുറത്തൊക്കെ കളിക്കാൻ വിടും. അങ്ങനെ കുറെ കാര്യങ്ങളല്ലാതെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അവന് മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ അവന്റെ ഫുൾ ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മിസ്സേ. പിന്നെ അതുപോലെ സൈസ് ഓഫ് ദ ഫാമിലി പറഞ്ഞു. പിന്നെ അതുപോലെ നമുക്ക് കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മൾ പാരന്റ്സ് എപ്പോഴും കുട്ടികളായിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഇപ്പം സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ മാറി മാറി മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെ. അപ്പൊ നേരത്തെ എന്നൊക്കെ പറഞ്ഞ ഈ മിസ് പറയുന്ന പോലെ വീട്ടില് നേരത്തെ ഇപ്പോഴാണ് ഞങ്ങള് ഇങ്ങനെ വീടൊക്കെ വെച്ച് മാറിയത്. അതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും തിരക്കൊക്കെ ഇട്ടിരിക്കുമ്പോ സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മ അത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ അതൊന്ന് പോയി, പിന്നെ എപ്പോഴെങ്കിലും പറയും എനിക്ക് സമയമില്ലാത്തപ്പോഴാണ് നീ ഇത് പറയാൻ വരുന്നതെന്നൊക്കെ ചോദിച്ച് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് ഇപ്പം സ്കൂളിൽ നിന്ന് വരുമ്പം തെറ്റ് ചെയ്താലും പറയാം അമ്മ ഞാൻ അങ്ങനെ ചെയ്തു, അങ്ങനെ ഞാൻ ചോക്ക് വെച്ചിട്ട് ഒരാക്കിട്ട് എറിഞ്ഞു. പക്ഷെ എന്നോട് സാറ് വഴക്കൊന്നും പറഞ്ഞില്ല. ഞാൻ സാറിന്റെ അടുത്ത് ആദ്യമേ പോയി സോറി പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ എന്റെ അടുത്തൊന്ന് പറയുന്നുണ്ട്. മിസ് പറഞ്ഞ പോലെ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നന്നായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതാണ് എനിക്ക് ഫാമിലി അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും ഇമോഷനെ കുറിച്ചും പറയാനുള്ളത്. താങ്ക് യു മാം. താങ്ക് യു. എന്നിട്ട് പറഞ്ഞു കേട്ടോ. ചീച്ചൊന്നും പറയണ്ടല്ലോ ഇനി മോനെ പോയി. ഇനി ആരാ പറയണേ? ഓർഡിനൽ പൊസിഷൻ പറയണ്ടല്ലോ, ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ് പറയണ്ടല്ലോ. അത് എന്റെ മോള് ഇത്തിരി ലേറ്റ് ആയിട്ടാ, ഞങ്ങൾക്ക് 8 വർഷം കഴിഞ്ഞിട്ടാ മോളുണ്ടായത്. അത് ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അവളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യൊന്നും ചെയ്യും. പക്ഷെ ഉമ്മയും ഉപ്പയും ഗ്രാൻഡ് പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടിങ് വീട്ടില്. അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യം വരുമ്പോ അവൾ ആരെങ്കിലും ചൂടാകുമ്പോ വേഗം അവള് കരയും, ദേഷ്യം കാണിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കൊഞ്ചിക്കല് കൂടിയോണ്ടാണ് എന്നുള്ളത് ഇടയ്ക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അവൾ അത്രയും വർഷം കഴിഞ്ഞിട്ടായ കാരണം ഇപ്പൊ അവൾ അംഗൻവാടി ചേർത്തേണ്ട സമയത്ത് ഇപ്പൊ അവൾക്ക് 3.5 വയസ്സ് കഴിഞ്ഞു, 3.25 പക്ഷെ 3 വയസ്സ് കഴിഞ്ഞപ്പോ അംഗൻവാടി വിടാൻ സമ്മതിക്കൂല. അവള് പോകുമ്പോ ഉമ്മ വിളിച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് പോയി നിന്ന പിന്നെ ഉമ്മ വിടൂല. അപ്പൊ അവൾ അതൊരു ഐഡിയ ആയിട്ട് കണ്ടു, ഉമ്മാന്റെ അടുത്ത് വേഗം പോയി നിൽക്കും. അവള് കരഞ്ഞ. അപ്പൊ അങ്ങനെ ഇതുണ്ട് ഈ ഓർഡിനൽ പൊസിഷൻ ഓഫ് ദി ചൈൽഡില്. പിന്നെ ഇവിടെ ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ അത് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. കാരണം ഇവിടെ ആകുമ്പോ കുട്ടികൾ ഒന്നിച്ച് ഇങ്ങനെ ഓരോന്ന് കണ്ട് പഠിച്ചിട്ട് പുറത്ത് പോകുമ്പോ അവര് വല്ലാണ്ട് വാശിയൊന്നും കാണിക്കില്ല. ഒരു 4 ആള് കൂടുന്ന സഭയിൽ അവര് നമ്മളൊന്നിനും അവര് വീട്ടിനകത്ത് അവര് വാശി കാണിച്ചാലും അവര് പുറത്ത് പോകും. പക്ഷെ ഇവിടെ ഞങ്ങൾ അപ്പുറത്ത് തന്നെ ന്യൂക്ലിയർ ഫാമിലിയാണ്. എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടനും വൈഫും ഉണ്ട്, മൂത്താപ്പാന്റെ മക്കൾ. അപ്പൊ അവർക്ക് ഒറ്റ മോളാണ്. അപ്പൊ അവൾക്ക് എല്ലാതും കൊടുത്തിട്ട് അവള് പുറത്തിറങ്ങണ സമയത്ത് നമ്മളെല്ലാരും കൂടി അവള് എന്ത് ഇമോഷൻ ആണെങ്കിലും അവള് പ്രകടിപ്പിക്കും. അവൾക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും അവള് ഭയങ്കരമായിട്ട്. പക്ഷെ ഈ ജോയിന്റ് ഫാമിലി ആയിട്ട് തന്നെ ഇവിടുത്തെ മക്കൾ പുറത്തിറങ്ങുമ്പോ അവർക്ക് അത് അറിയാം ഏതൊക്കെ സമയത്താണ് എങ്ങനെയാണ്. ഒറ്റക്ക് വളർന്നതിന്റെ ഒരു ഇതും കൂട്ടത്തിൽ വളരണതിന്റെ ഒരു ഇതും അത് വേറെ തന്നെയാണ്. അങ്ങനെ ഫീൽ ചെയ്യലുണ്ട്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞോടാ ഫാമിലി ക്വസ്റ്റ്യൻ. പിന്നെ എനിക്ക് 12 വയസ്സായ മോൾക്ക് 12 വയസ്സായപ്പോഴാണ് ഇളയ ആളുണ്ടാവുന്നത്. അപ്പോൾ 12 വയസ്സ് വരെ അവള് സ്കൂളിൽ നിന്നെല്ലാം നല്ല നമ്മളായിട്ട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതുകൊണ്ട് സ്കൂളിൽ നല്ല എല്ലാ പാട്ടിനായിക്കോട്ടെ പരിപാടിക്കായിക്കോട്ടെ എല്ലാത്തിനും നല്ലോണം നിന്നിട്ട് നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ മോനായതിനു ശേഷം കെയർ ചെയ്യാൻ പറ്റാത്തതും അവള് സ്കൂൾ വിട്ട് വരുമ്പോ സംസാരിക്കാത്തതെല്ലാം കൊണ്ട് ഫുള്ള് വലിഞ്ഞു പോയി.
അപ്പോ ഇപ്പൊ കുറച്ച് ദിവസമായി പിന്നെ ഒന്നും പറയാൻ ഇങ്ങനെ എന്നും ഷെയർ ചെയ്യാണ്ട് എനിക്ക് കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്നും വന്ന് പറയുക ഒന്നും ചെയ്യലില്ല. അപ്പോ കുട്ടികളെല്ലാം ആയിക്കോട്ടെ വീട്ടിലെ പേരൻസുമായിട്ടെല്ലാം പറയുമ്പോൾ ഞാനൊന്നും ഇതില്ലാന്ന് വെച്ചിട്ട് സ്കൂളിലെ കാര്യങ്ങളൊന്നും പറയാണ്ടായി കരയാൻ തുടങ്ങി. ഇപ്പോ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ 8ാം ക്ലാസ്സിലും ഭയങ്കര കരച്ചിലും എന്തിനുണ്ടെങ്കിലും കരയലും പിടിച്ചിലും തന്നെ ഉണ്ടാവല്. അപ്പോ ഇപ്പോ കുറച്ച് ദിവസമായി പിന്നെ ഏട്ടന്റെ മകൾ വീട്ടിൽ വന്നപ്പോ ഇവരെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോ ഓള് പറഞ്ഞു ഞാൻ അവളെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒന്നും പറയാത്തത്. അപ്പൊ ഇപ്പൊ എല്ലാം പറയണം ഇതാക്കാനെല്ലാം തുടങ്ങി. എല്ലാം എന്തുണ്ടെങ്കിലും ഒരു ആൺകുട്ടി നോക്കുന്നതായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് പറയാനുള്ള ഇതും സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറയുന്നത് കൊണ്ട് ഭയങ്കര എന്താ പറയാ കുറച്ച് മെച്ചൂർഡ് ആയ പോലെ. അപ്പൊ സ്കൂളിൽ നല്ല എന്ത് കാര്യത്തിനും ഒരു ബാത്റൂമിൽ പോണെങ്കിൽ പോലും ഒരു ഫ്രണ്ട് വേണമായിരുന്നു ഒപ്പരം പോവാൻ. ആരും പോകുന്നില്ലെങ്കിൽ പോവില്ല. അതുപോലെ ക്യാൻറ്റീൻ എന്ത് വാങ്ങണമെങ്കിലും ഒരാളൊപ്പം കൂടെ വേണം. പക്ഷെ ഇപ്പൊ അതല്ല, ആരില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളും, ഒറ്റയ്ക്ക് പോയിക്കോളും എന്നുള്ളതില് ഇപ്പൊ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാം വന്ന് വീട്ടിൽ നിന്ന് വന്ന് പറയുന്നുണ്ട്. ഞാനത് കേൾക്കാനുള്ള സമയം കണ്ടെത്താറുണ്ട്. അപ്പോ ഇപ്പൊ നല്ല എന്താ പറയാ മുന്നേത്തെ പോലെ തന്നെ ബെറ്ററായി വരുന്നുണ്ട്. നമ്മള് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഞാനിപ്പോ പറയണമെന്ന് തോന്നിയതാണ്. പ്രയോറിറ്റി കൊടുക്കുമ്പോ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും. പുതിയ നമുക്കിപ്പോ രണ്ടാമതൊരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ആ കുട്ടിക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പോകേണ്ട കാര്യമുണ്ട്. നമ്മുടെ മൂത്ത മോള് നമ്മൾ ഇത്രയും നാൾ നമ്മൾ എന്താ പറയുക നെഞ്ചോട് അടുത്ത് പിടിച്ച് വളർത്തിയ കുട്ടിയാണ്. അവളങ്ങോട്ട് മാറ്റി നിർത്താൻ വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു പ്രശ്നമായിരുന്നു. എനിക്കാണെങ്കിൽ മൂത്താളെന്റെ അടുത്ത് നിന്ന് മാറ്റുന്നത് ഇഷ്ടമല്ല. മൂത്ത പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് ജനിച്ച കുട്ടിയായതുകൊണ്ട് എനിക്കായാലും എന്റെ പാരന്റ്സിനായാലും എല്ലാവർക്കും ഹസ്ബൻഡിന്റെ പാരന്റ്സിനായാലും ആദ്യത്തെ കുട്ടിയാണല്ലോ. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് അവളെ. എല്ലാ വാശിയും സാധിച്ച് അങ്ങനെ എന്താ പറയാ ഒറ്റയാടായിട്ടാണ് ജീവിച്ചത്. എല്ലാവർക്കും ഭയങ്കര കെയറായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കുട്ടി വന്നപ്പോ ആൾക്ക് എന്താ പറയാ എന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും എന്താ പറയാ മാറുന്ന ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമമാണ്. എനിക്ക് തോന്നുന്നത് ഡെലിവറി കഴിഞ്ഞു ഒരു 1 മന്ത് 1-2 മന്ത് ഞാൻ ആളുകൾ മാറി നിൽക്കണേ. എനിക്കാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര ഇമോഷൻ ഭയങ്കര ഒരു എന്താ പറയാ ഡിപ്രഷനോ അങ്ങനെ എന്തൊരു അവസ്ഥയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത ആള് ശ്രദ്ധിക്കണം. മൂത്ത ആള് വരുമ്പോ ഇത്തിരി നേരം നമ്മുടെ അടുത്ത് നിൽക്കുള്ളൂ. ആള് നമ്മുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോകും. അപ്പൊ എന്ന് വെച്ചാൽ ഇത്രയും നാൾ എന്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന ആള് അമ്മ പോയി. അങ്ങനെ ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളയാൾക്ക് എന്നെ മനസ്സിലായി തുടങ്ങിയിട്ടില്ല. ഞാൻ അവനെ ഇപ്പൊ കെയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം അവന്റെ കൂടെയാണ് ഞാൻ കൂടുതൽ ടൈം ഉള്ളത്. മൂത്ത ആള് നേഴ്സറി പോയി വരുന്ന സമയത്ത് ആ സമയവും രാത്രി ഇപ്പൊ കിടക്കണ സമയവും ആ 2 ടൈമിൽ ഞാൻ തന്നെ അടുത്ത് നിർത്തും. കാരണം ഹസ്ബൻഡിന്റെ അടുത്ത് കൊടുക്കും കൊച്ചിനെ, ഇളയ കൊച്ചിനെ ബാക്കി ഫുഡൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റ് ചെയ്തു, ഭക്ഷണമൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് കൊടുക്കും ഉറങ്ങാനായിട്ട്. മൂത്ത ആൾ ഞാൻ എടുക്കും. എന്നിട്ട് അവളോട് ഞാൻ കാര്യങ്ങൾ ചോദിക്കും, കഥ പറയും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതുപോലെ മൂത്ത ആൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും എപ്പോഴും ഞാൻ തന്നെയാണ്. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഇത്തിരി ഒരു ഇതായിരിക്കും. കാരണം ഇളയ ആൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഞാനിപ്പൊ ഇവൾക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷൻ, ഭയങ്കര വാശി തുടങ്ങി. വാശി വെച്ചാൽ ഭയങ്കര വാശി. ഞാൻ കണ്ട കുഞ്ഞുമല്ല പിന്നെ വരുമ്പോ ഞാൻ കാണുന്നത്. ഡെലിവറി കഴിഞ്ഞ് ഞാൻ വരുമ്പോ വെച്ചാല് എന്തൊരു വാശി, ഉറങ്ങാൻ വാശി, കരച്ചില്, ബഹളം. ഇപ്പൊ ആളങ്ങനെയല്ല. ഇപ്പൊ ആള് കൂളാണ്. ഞാനും കൊച്ചിറക്കിനും അവളും കൂടി ഒരുമിച്ച് കിടന്നുറങ്ങും, ഒരുമിച്ച് ഇരിക്കും. ആദ്യം കുറച്ച് ടൈം ഞാൻ എന്ത് ചെയ്തു, അവൾക്ക് വീട്ടിൽ തന്നെ കൊടുത്തിട്ട് മനസ്സിലായിട്ടാ എന്തുകൊണ്ടാണ് അവൾ ഈ വാശി കാണിക്കുന്നത്. അവൾക്ക് അവളുടെ അമ്മയുടെ അറ്റൻഷൻ കിട്ടണില്ല. അവൾക്ക് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലി പറഞ്ഞാൽ പോലും അമ്മയുടെ ആ കെയർ കിട്ടണില്ല എന്ന് തോന്നുമ്പോ ആ കുട്ടിക്ക് ഭയങ്കര വാശി കൂടും. അപ്പൊ അവള് കരച്ചിലും ബഹളമൊക്കെ അവിടെ എന്താണ് അവൾക്ക് അമ്മനെ അടുത്ത് കിട്ടണം. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവള് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അവളുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം കുറച്ച് നാളെടുത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്റെ കൊച്ചിനെ എന്റെ വഴിക്കാക്കി. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും ഭയങ്കര ഗ്യാങ്ങാണ്. അതേപോലെ ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കും ഞങ്ങൾ 2 പേരും കൂടെ ഉള്ളപ്പ. 3 പേരുണ്ടെങ്കിലും കൊച്ചറക്കിന് ഇപ്പൊ എന്റെ കയ്യിലായിരിക്കും. ആണെങ്കിൽ പോലും ഞങ്ങൾ കുഞ്ഞു കളികൾ കുറെ നാളായിട്ടുള്ളതാണ്. ഒളിച്ചു കളി, അതേപോലെ ചെറിയ കളികളൊക്കെ കളിക്കും. നല്ല രസമുണ്ട്. അത് ചിലപ്പോ ഈ കളിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ 10 മണിയായിരിക്കും, 11 മണിയായിരിക്കും, രാത്രി ഇട്ടാ 12 മണിയായിരിക്കും. കുഴപ്പമില്ല, അവളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അവളെ ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ആള് കിടന്നുറങ്ങും.
നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ടൈം കൊടുക്കുക, അവർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യണത്. ഇപ്പൊ അവൻ ഇപ്പൊ ഞാൻ എങ്ങനെയാണോ കുഞ്ഞിനെ കെയർ ചെയ്തിരുന്നത്, മോളെ കെയർ ചെയ്തിരുന്നത്, അതേപോലെയാണ് അനിയനെ അവള് കെയർ ചെയ്യുന്നത്. ഇപ്പൊ അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കുമല്ലോ. അപ്പൊ ഇവള് ഞെട്ടി എഴുന്നേക്കുമ്പോ ഞാൻ എന്താ പറയാ, അമ്മയില്ലട്ടാ, പേടിക്കണ്ടട്ടാ, ഉറങ്ങിക്കോട്ടാന്ന് പറയും. അപ്പൊ ഇവൻ എഴുന്നേക്കുന്ന സൗണ്ട് ഞാൻ കേട്ടില്ലെങ്കിൽ പോലും അവൾ എന്ത് ചെയ്യും, അവള് ചാടി മേലെ കയറി, കട്ടിലിന്റെ മേലെ കയറിയിട്ട് കുഞ്ഞു ചേച്ചി ഉണ്ട് ട്ടാ, വിഷമിക്കണ്ടാട്ടാ, അമ്മ വരൂട്ടാ എന്ന് പറയും. ഞാൻ വിചാരിക്കും ആള് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പറയാനായിട്ട് അവള് പഠിച്ചു. ഞാൻ എന്താണോ അവളോട് പെരുമാറിയത് അതേ രീതിയിൽ തന്നെയാണ് അവൾ എന്ത് ചെയ്യണത്, ചെറുതിനോടും പെരുമാറുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ രണ്ടുപേരും ഏകദേശം, ചെറുതും അവന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എന്താ പറയാ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആരാ ഫാമിലിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും? ഞാൻ പറയാം. എനിക്ക് 3 മക്കളാണുള്ളത്. 3 കേൾക്കാൻ ഞാൻ അരമണിക്കൂർ വീതം ഓരോരുത്തരത് മാറ്റിയേക്കും. കാരണം അവരത് തീരെയല്ല. ഒരു ദിവസം ഉണ്ടായി, +1 പഠിക്കണ മൂത്ത മോള് വന്നപ്പോ മുഖം വല്ലാണ്ടൊരു ഒരു ടെൻഷൻ അടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഏജിൽ കടന്നു പോകുന്ന കുട്ടികൾ പറയുമ്പോ നമ്മൾ കൂടുതൽ പോലെ ശ്രദ്ധിക്കണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പൊ കാക്കൊല്ല പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് അനൗൺസ് ചെയ്ത ടൈമായിരുന്നു. അപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഓരോ കുട്ടികളുടെയും പൊസിഷന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്കല്ലേ 3rd റാങ്ക്, അതായത് 4 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് 3rdക്ക് വന്നിട്ടുള്ളത്. അതിൽ ആദ്യം പക്ഷെ പ്രിൻസിപ്പാൾ വന്നിട്ട് എല്ലാരോടും ഫസ്റ്റ് കിട്ടിയ ആളും സെക്കൻഡ് കിട്ടിയ ആളും 3rd കിട്ടിയ ആളോടും എണീക്കാൻ പറഞ്ഞു. പക്ഷെ 3rd 2 പേരുണ്ട് അത്രേ. അപ്പൊ ഇത് ഒരു പേരെ മാത്രമേ ഉള്ളൂ അത്ര സാറ് അനൗൺസ് ചെയ്തത്. അപ്പൊ ഇവൾക്കാണെങ്കിൽ അവളുടെ കൈ പൊക്കിയിട്ട് എനിക്കും ഉണ്ട് ആ സ്ഥാനം എന്ന് പറയാനൊരു പേടി. അപ്പൊ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞേക്ക്, ഞാൻ പറഞ്ഞു നീ കഷ്ടപ്പെട്ടിട്ട് നേടിയ മാർക്കല്ലേ, എന്തുകൊണ്ട് ചോദിച്ചൂടാന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞാൽ നമ്മളെ തന്നെ ഒരു ഇതാക്കി കാണിക്കണ പോലെ ഇല്ലേ. അല്ലല്ലോ, കാരണം കഷ്ടപ്പെട്ട് പഠിച്ച മാർക്കാണ്. അപ്പൊ അത് നമുക്ക് നമ്മളുടെ അവകാശങ്ങളിൽ പെടുന്നു പറഞ്ഞു. അതിൽ പറഞ്ഞാൽ സാരല്ല, ഏറി വന്ന ഒരു ട്രോഫി അല്ലേ, കുഴപ്പമില്ല പറഞ്ഞിട്ട് അവൾ പോയി. അപ്പൊ അവള് കുളി റൂമിൽ നിന്ന് കുളിക്കുമ്പോ കരയുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ വേഗം എന്റെ ഫ്രണ്ട് അവളെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ ഫ്രണ്ടിനല്ല വിളിച്ച്, ക്ലാസ് ടീച്ചർക്കാ വിളിച്ച്. അപ്പൊ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം കേട്ടപ്പോ സന്തോഷായി. കാരണം മക്കളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഈ പ്രായം കുട്ടികളൊന്നും മൊബൈല് അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ TV ഇതിലൊക്കെ ആയിരിക്കും. അല്ല, രക്ഷിതാക്കളോട് ഷെയർ ചെയ്യണോല് വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ കുട്ടിയോട് പറയുന്നുണ്ട് നമ്മളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം. ഞങ്ങളടുത്ത് വന്ന മിസ്റ്റേക്കാണ്, അതൊരിക്കലും ഞങ്ങളടുത്ത് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ മിസ് അത് എടുത്തു പറയുകയും ചെയ്യണ്ടായി. അതിനുശേഷം അവർക്ക് ഇങ്ങനെ വരുന്ന ഓരോ വരുമല്ലോ, അവസ്ഥകൾ വരുമല്ലോ. അപ്പൊ അവരത് ചോദിക്കാൻ തുടങ്ങി. അതേപോലെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല 10 മക്കളുള്ള അവിടെ നിന്നാണ് നമ്മളിപ്പോ ന്യൂക്ലിയർ ഫാമിലി ആയത്. അതുകൊണ്ട് 2ലും അവര് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്നോട് പറയായിരിക്കും, എല്ലാരും പാടെ ഉണ്ടായിരുന്നപ്പോ ഉള്ള ഒരു സ്നേഹം വേറെയും ഇതിന്റെ ഒരു സ്വകാര്യത വേറെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ഒരുപാട് മെമ്പേഴ്സും നമ്മളൊന്ന് താങ്ങി നിർത്താൻ ഒരുപാട് ചുമലുകളുള്ള പോലെയൊക്കെ തോന്നും. 2നും അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായ ഫാൾട്ടുകളും ഉണ്ട്. ചിലത് വലിയ ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഒന്നിനും ഒരു സ്വകാര്യതയൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് ഈ ഡിപ്രഷൻ, ഇപ്പൊ വരുന്ന കുട്ടികൾക്കൊക്കെ ഡിപ്രഷൻ ഉണ്ട്. ഇപ്പൊ എന്റെ മൂത്തച്ഛന്റെ മോൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ഇപ്പോഴും ആ കുട്ടി പോയിട്ടില്ല. ഒരു എക്സാം ടൈമിൽ മാഷൊന്ന് വഴക്ക് പറഞ്ഞതാ. അതിനുശേഷം കുട്ടിക്ക് സ്കൂള് പേടിയായിട്ട് 10th പഠിക്കുന്ന കുട്ടി ഇപ്രാവശ്യം ഇപ്പോ ഒരുപാട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും സൗണ്ട് കേൾക്കാൻ വയ്യ, ഒന്നും ശരിയല്ല, ഈ ലോകം തന്നെ ശരിയല്ല എന്ന് പറഞ്ഞ് നടക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താ പറയുക, അത് ഒറ്റയ്ക്കുള്ള ഫാമിലിയാ. നമ്മൾ ഒരുപാട് ഒരു ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അറിയോ, അത് ആരോടെങ്കിലും ഷെയർ ചെയ്ത് നമ്മള് അമ്മമാര് തന്നെയാണ് കുട്ടികളുടെ ഫസ്റ്റ് നമ്മൾ കൗൺസിലിംഗ് ചെയ്തെടുക്കേണ്ടത്. അവർക്ക് എല്ലാത്തിന്റെയും ധൈര്യം, ഇതൊന്നും ഒന്നിന്റെ അവസാനമല്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിന്നൊക്കെ കടന്നു പോകണം. ഈ 10th എക്സാം ഒരു വലിയൊരു എക്സാം അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ തുടർന്ന് പഠിക്കണു, ഒരു ജോലി എങ്ങനെ നേടുന്നു, അതിലാണല്ലോ വലിയ കാര്യം. ഇപ്പൊ ഒരുപാട് കുട്ടികളും ഈ ഡിപ്രഷന്റെ വക്കിൽ എത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് എക്സാം ഒക്കെ ഒരു വലിയ ടെൻഷനാ. അതേപോലെ എന്തെങ്കിലും കഴിവുള്ള കുട്ടികളാണെങ്കിൽ, പാടാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ പാടാനൊരു പേടി, നമ്മളുടെ കഴിവ് പുറത്ത് പ്രകടിപ്പിക്കാൻ. അപ്പൊ എന്തിനും നമ്മൾ എന്തുവേണമെന്ന് ഫസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു ക്ലാസ് കൊടുക്കണം.
എന്ത് വന്നാലും നേരിടാൻ. അതേപോലെ മുന്നിൽ ഒരു ആക്സിഡന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ എന്റെ മോളാണെങ്കിൽ ബ്ലഡ് കണ്ട അപ്പൊ ബോധം കെട്ട് വീഴുമായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് പീരീഡ് ആയപ്പോ ഞാൻ അതിന് മാറ്റി കൊടുക്കാൻ വരെ ഞാനും അവളുടെ ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പൊ ആൾക്ക് ബ്ലഡ് കണ്ടാലും കുഴപ്പമില്ലാണ്ടായി. കാരണം നമുക്ക് ഇതിൽ കൂടെ ഒക്കെ കടന്നു പോകണം. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടികൾ എന്തും ഫസ്റ്റ് ലേൺ ചെയ്യണത് ഫാമിലി എന്നാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, നന്നായിട്ട്. ഞങ്ങൾക്കും നല്ലൊരു ക്ലാസ് ആയിരുന്നു. വലിയ കുട്ടികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ആൾ പറഞ്ഞു തന്നു കേട്ടോ വ്യക്തമായിട്ട്. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഏകദേശം മനസ്സിലായല്ലോ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിട്ട് 3 ഫാക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് പറഞ്ഞു, ഇന്റലിജൻസ് പറഞ്ഞു, ഫാമിലി പറഞ്ഞു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? ഫാമിലി ആണ്. ഒരു കുട്ടി എങ്ങനെയായിരിക്കാം എന്ന് തീരുമാനിക്കുന്നത് അവന്റെ ഫാമിലി വളരെയധികം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. നമ്മുടെ ഫാമിലി എങ്ങനെയാണോ, ഫാമിലിയിൽ എങ്ങനെയാണോ ബാക്കിയുള്ളവരുടെ പെരുമാറ്റം എന്നുള്ളത് കോപ്പി ചെയ്യുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സോ അവന്റെ വളർച്ചയിൽ അല്ലെങ്കിൽ അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ എല്ലാത്തിനും അവന്റെ ഫാമിലി എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഫാക്ടേഴ്സുകളും ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഏകദേശം എല്ലാവർക്കും ഈ ടോപ്പിക്ക് 3 പോയിന്റ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് പോയിന്റ് എടുക്കാനുള്ള ടൈം ഇല്ല. സോ ഇന്നത്തെ ക്ലാസ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഡൗട്ട് ഉണ്ട് മാം. മറ്റേ റൈം സ്റ്റോറി ഇല്ലേ, അത് നോവല് സ്ക്രിപ്റ്റ് അതൊക്കെ എഴുതണോ? ലാസ്റ്റ് കിടക്കണം? അത് 3 എഴുതണം. ഇത് കഴിഞ്ഞിട്ട് കെ വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോവൽസ്, ഇഷ്ടമുള്ള നോവൽ ഏതെങ്കിലും എടുത്ത് എഴുതാം. ചാപ്റ്റർ വൈസ് അത് പറഞ്ഞിട്ടുണ്ട്. ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 ഇലിസ്ട്രേഷൻ ഇൻ ഈച്ച് ചാപ്റ്റർ. 3 ഇലിസ്ട്രേഷൻ വെച്ചിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് ചെയ്യണം. സെപ്പറേറ്റ് ചാപ്റ്റർ വേണം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു കഥയാണ് സിൻഡ്രലയുടെ കഥ. അത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്റെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള കഥയാണ്. അതേപോലെ ഹാരി പോട്ടറിന്റെ കഥ. അങ്ങനെ ഒരുപാട് ഇഷ്ടംപോലെ സ്റ്റോറീസ് ഉണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള. അത് നിങ്ങൾ എഴുതാനായിട്ട് നോക്കാം കേട്ടോ. വേറെന്താ ഡൗട്ട്? അതെന്താ അറിയോ, ഈ ലെസൺ പ്ലാൻ ഉണ്ടല്ലോ മാഡം, ഈ ട്രെയിനിങ്ങിന് പോണ സമയത്തെ അത് നമുക്ക് അത് നിങ്ങളാണോ ഡൗട്ട് ചോദിച്ചത്? ഓക്കെ, ലെസൺ പ്ലാൻ നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി തന്നെയാണ് മിസ് ഡൗട്ട് ചോദിച്ചത്, ട്രെയിനിങ്ങിന് പോയ ഒരു കുട്ടി. ഓക്കെ, നമ്മള് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു എന്താ ഡീറ്റെയിൽസ് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾ ആൽഫബറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കാൻ പോണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്താ ആക്ടിവിറ്റിയിൽ നമ്മൾ ഓരോ സ്കൂളുകളും സെപ്പറേറ്റ് ലെസൺ പ്ലാൻ ആയിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ടീച്ചേഴ്സ് മാനുവൽ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ എന്നുള്ളത് വേറൊരു രീതിയിൽ ടീച്ചേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കണമല്ലോ. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഇപ്പൊ ആൽഫബറ്റ്സ് ആണെങ്കിൽ ആൽഫബറ്റ്സ്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരിക്കണം? ആ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും എന്തിനെ കുറിച്ച് പഠിച്ചിരിക്കണം? ആൽഫബറ്റ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് അതിൽ സൈൻ ചെയ്യാം എല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തി. നെക്സ്റ്റ് ഇന്നത്തെ രീതി അവർ ആ ഫോർമാറ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയാണോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ലെസൺ പ്ലാൻ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് നോക്കാം. നിങ്ങൾ എന്താണോ നെക്സ്റ്റ് പ്ലാൻ, നിങ്ങൾ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോളാം. ഞാൻ ഒരു സ്കൂളിൽ പോയി ചോദിച്ചു, ഇങ്ങനെ ട്രെയിനിങ്ങിന് വരട്ടെ ചോദിച്ചു. അപ്പൊ മിസ് വന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്തോന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു, മോൾ ആദ്യം ഒരു ദിവസം വായോ, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ സാറിനോട് വിളിച്ചിട്ട് അവിടുന്ന് എന്തെങ്കിലും അയച്ചു തരാൻ പറയണോ? ഓഫർ ലെറ്റർ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുകയാണെങ്കിൽ ഓഫർ ലെറ്റർ വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യാം? അത് മാത്രമേ ആവശ്യമുള്ളൂ? അത് മാത്രം മതി. അതെ, ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ടൈം കഴിയാറായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ഇത് വായിച്ചിട്ട് വേണം എല്ലാവരും വരാൻ കേട്ടോ.